ഓൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇതുപോലത്തെ ഒരു പേപ്പർ ക്രാഫ്റ്റുമായിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പേരായി പേപ്പർ ക്രാഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് പേപ്പർ ക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പേപ്പർ ക്രാഫ്റ്റിന് നമുക്ക് ഇതുപോലത്തെ കളർ പേപ്പേഴ്സാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ കളർ പേപ്പേഴ്സ് ഇല്ലെങ്കിൽ നിങ്ങൾ നോർമൽ പേപ്പറിൽ സ്കെച്ച് പെൻ കൊണ്ടോ കളർ ചെയ്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ പെയിൻറ് ചെയ്തിട്ട് കളറാക്കിയാലും മതി കേട്ടോ. അപ്പോൾ ഇന്നൊരു കളർഫുൾ ആയിട്ടുള്ള ആർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ദീപാവലി ആയതുകൊണ്ട് ദീപാവലിയുടെ ഒരു തീമിലാണ് ഞാൻ ചെയ്യുന്നത്. 2 ദിവസം കഴിഞ്ഞ് ദീപാവലിയാണല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു തീമിലാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ദീപാവലി അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ മാറ്റി വേറൊരു പാറ്റേണിൽ ചെയ്തെടുത്താലും മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനായിട്ട് ഇതുപോലത്തെ പേപ്പർ വേണം. എന്നിട്ട് എന്താ ചെയ്യാമെന്ന് നോക്കാം. നമ്മളൊരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കണം. സ്ക്വയറോ റെക്ടാങ്കിളോ ഒരു പീസ് നമ്മൾ ആ പേപ്പർ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇതിൻ്റെ വലിപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതിൻ്റെ എത്രത്തോളം വലിപ്പം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഈ ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇത്ര പോന്ന ഒരു പീസാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ സൈസിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ പേപ്പർ പീസ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിനെന്താ ചെയ്യുക, നമ്മൾ ഇതിനെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്യാണ്. ഓക്കെ, പിന്നെ അഗെയിൻ വീണ്ടും നമ്മൾ ഹാഫായിട്ട് ഫോൾഡ് ചെയ്യാണ്. പിന്നെ നമ്മൾ ഫോൾഡ് ചെയ്യാം. നമുക്ക് ഏകദേശം ആ ഒരു ഫോൾഡിങ് എത്ര വേണം എന്നുള്ള ആ ഒരു ഇതനുസരിച്ച് അത്രയും ഫോൾഡ് ചെയ്യാം. ഈ ഒരു മെത്തേഡ് കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി വേണമെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്തിട്ട് ഇനി നെക്സ്റ്റ് കാണിക്കുന്ന മെത്തേഡ് സ്റ്റെപ്പ് തൊട്ട് മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതിനെ നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിതാ ഈക്വൽ സൈസിൽ കുറേ ലൈൻസ് വരും. ഇങ്ങനെ ഈക്വൽ ലൈൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ പേപ്പറിനെ ഇതാ ഇങ്ങനെ മുകളിലോട്ട് ഫോൾഡ് ചെയ്യുക, താഴത്തോട്ട് ഫോൾഡ് ചെയ്യുക, വീണ്ടും നമ്മൾ താഴേക്ക് ഫോൾഡ് ചെയ്യാം കേട്ടോ, വീണ്ടും നമ്മൾ മുകളിലോട്ട് ഫോൾഡ് ചെയ്യുക, അങ്ങനെ ഫോൾഡ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഫോൾഡിങ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്ന് കണ്ടാൽ മതി. അതായത് നമ്മൾ ഈ ഫാനൊക്കെ ഉണ്ടല്ലോ, പേപ്പർ ഫാനൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു മെത്തേഡിലാണ് നമ്മളിത് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിന് എക്സസ് ആയിട്ട് ഇപ്പോൾ നിൽക്കുന്നതാണെങ്കിൽ ഒരു ഫോൾഡിങ് കറക്റ്റ് അല്ലെങ്കിൽ ജസ്റ്റ് അത് ആ എക്സസ് ആയി നിൽക്കുന്ന ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ഇതിനെന്താ നമ്മളിങ്ങനെ ഹാഫായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഇതിനെ ഒന്ന് മടക്കി കൊടുക്കുക. ഓക്കെ, മടക്കി കൊടുത്തതിന് ശേഷം ഇതാ ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എന്നിട്ട് ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് നിവർത്തുക കേട്ടോ. ഓക്കെ, മടക്കിയതിൻ്റെ ആ ഫോൾഡിങ് ഒന്ന് നിവർത്തുക. അതിനുശേഷം നമ്മൾ കുറച്ച് ഗ്ലൂ എടുത്തിട്ട്, ഇപ്പം ഞാനിപ്പോൾ ഈ ഗ്ലൂ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഏത് ഗ്ലൂ ആയാലും കുഴപ്പമില്ല കേട്ടോ. പേപ്പർ ആയതുകൊണ്ട് പേപ്പർ ഒട്ടാൻ പറ്റിയ ഏത് ഗ്ലൂ യൂസ് ചെയ്യാം. ഗ്ലൂ ഇതുപോലെ ഇട്ട് കൊടുക്കുക അതിൻ്റെ ഒരു ലെയറുമേ. എന്നിട്ട് നമ്മളതിൻ്റെ ആ ഒരു ഫസ്റ്റ് ലെയർ മാത്രം പിടിച്ചിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു ഫസ്റ്റത്തെ ഒരു ലെയർ മാത്രമാണ് നമ്മളിത് ഒട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറേ അധികം നമ്മൾ ഒന്നിച്ച് കട്ട് ചെയ്തിട്ടിട്ട് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇനി എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഇതൊന്ന് കറക്റ്റായിട്ട് പിടിച്ചിട്ട് അതിൻ്റെ ടിപ്പ് ഞാനൊന്ന് കട്ട് ചെയ്യാണ്. ലെവല് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ലെവലാക്കി കട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇതിനൊന്ന് ഇനി നമ്മൾ ഇതിൻ്റെ ഈ താഴത്തെ ഭാഗം ഉണ്ടല്ലോ, അവിടെ നമ്മൾ കുറച്ച് ഗ്ലൂ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് ഇതുപോലെ ഒരു സ്ട്രിപ്പ് വേറൊരു സ്ട്രിപ്പ് എടുത്തേക്കാണ്. എന്നിട്ട് ഇതിൻ്റെ ഈ താഴത്തെ ലെയർ, ആദ്യത്തെ ലെയർ നമ്മൾ കൂട്ടി ഒട്ടിക്കുകയാണ് ചെയ്തത്, മറ്റും മുകൾ ഭാഗം, പിന്നെ താഴത്തെ ഭാഗം നമ്മൾ ഈ ഒരു പേപ്പറിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതേ കറക്റ്റ് രീതിയിൽ നമ്മളൊരു പേപ്പർ എടുത്തിട്ട് അതിലങ്ങ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് പരന്ന് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇങ്ങനെ വലിഞ്ഞ് ഇങ്ങനെ വന്ന് ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള പേപ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഒട്ടിച്ചു കൊടുത്താൽ പോലും നന്നായിരിക്കും. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഇപ്പം ഞാൻ എക്സസ് ആയിട്ട് കുറച്ച് കാണാൻ വേണ്ടി വെച്ചാണ്. അപ്പോൾ ആ എക്സസ് ആയിട്ടുള്ള പീസസൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, അപ്പോൾ അതാ ഈ ഒരു ഷേപ്പിലാണ് നമ്മളാക്കിയെടുത്തത്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിങ്ങനെ ഒരു ഹാഫ് സർക്കിൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു പൂവിൻ്റെ ഒരു ഷേപ്പിൽ ഇതുപോലെ നമുക്ക് കിട്ടും കണ്ടോ. അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് നമുക്കൊന്ന് വലിച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കുക കണ്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് നമുക്ക് കെട്ടേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം ഇനി വേറൊരു കോൺട്രാസ്റ്റ് കളർ എടുത്തതിന് ശേഷം ഇതുപോലെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരു ടിയർ ഡ്രോപ്പ് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടിയർ ഡ്രോപ്പ് ഷേപ്പ് നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു ചെറിയൊരു ടിയർ ഡ്രോപ്പ് ഷേപ്പ് നമ്മുടെ ആ സർക്കിളിന് പാകത്തിന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കണ്ടോ, ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യാം.
അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് ഫോൾഡ് ചെയ്യാണ്. സൈഡ് ഏറ്റവും അടിയിൽ, ബാക്ക് സൈഡ് അല്ല സോറി, താഴത്തെ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ആ ഫോൾഡ് ചെയ്തേമേ കുറച്ച് ഗ്ലൂ ഒട്ടിക്കാം. ഗ്ലൂ ഒട്ടിച്ചിട്ട് നമ്മൾ ഈ എടുത്തേമേ ഇതുണ്ടല്ലോ, ഇതുമേ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. സെൻറ്റർ ഭാഗം നോക്കിയിട്ട് വേണം കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ. കണ്ടോ? അപ്പോൾ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് നമ്മളിത് ഇതിനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ അത് കറക്റ്റായിട്ട് ഒട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ ആ താഴത്തെ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തത്, ടിയർ ഡ്രോപ്പിൻ്റെ കേട്ടോ. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ഒട്ടിയിരിക്കും. കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. കളറ് നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മൾ വേറൊരു ചെറിയ പീസ് വേറൊരു കളറിൽ എടുത്തിട്ട് അത് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കട്ട് ചെയ്തെടുത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ആ ടിയർ ഡ്രോപ്പ് ഷേപ്പുമേ വീണ്ടും ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതൊരു എടുത്ത് കാണിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഒരു ടിയർ ഡ്രോപ്പ് മാത്രമായിട്ട് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. പക്ഷെ 2 എണ്ണം കൂടെ ഒട്ടിച്ചാൽ കുറച്ചുകൂടെ നല്ല ഒരു അട്രാക്റ്റീവ് ലുക്ക് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറേ അധികം നമ്മൾ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാ നമ്മളിവിടെ കുറേ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, കണ്ടോ? അപ്പോൾ ഇതുപോലെ നമ്മൾ കുറേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ബ്ലാങ്ക് ആയിട്ട് വെക്കാം. നമുക്ക് ആ നെക്സ്റ്റ് സെക്കൻഡ് ടിയർ ഡ്രോപ്പ് ഇല്ലാതെ നമുക്ക് വെക്കാം കേട്ടോ. പക്ഷെ ഞാൻ ആദ്യം ചെയ്തപ്പോൾ എനിക്കത് വെച്ചിട്ടാണ് ഭംഗി തോന്നി. അപ്പോൾ ഞാൻ വീണ്ടും അതുമേലൊക്കെ ഞാൻ ചെറിയ ചെറിയ ടിയർ ഡ്രോപ്സും കൂടെ ഒട്ടിച്ചു. അപ്പോൾ നമ്മൾ കുറച്ചധികം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നൂലെടുക്കുകയാണ്. ഏത് ടൈപ്പ് ഓഫ് നൂല് വേണമെങ്കിലും എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പേപ്പറിൻ്റെ സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കുക. അധികം വീതി വേണ്ട, നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്തല്ലോ അതിൻ്റെ അത്ര വീതി തന്നെ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ കുറച്ച് സ്ട്രിപ്സ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക. ഓക്കെ, വലിയ പേപ്പർ അതിനിപ്പോൾ ഏത് കളറായാലും കുഴപ്പമില്ല, വൈറ്റ് പേപ്പർ ആയാലും എന്തായാലും കുഴപ്പമില്ല കേട്ടോ. ന്യൂസ് പേപ്പർ വേണമെങ്കിലായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതിൻ്റെ ഒരു ലെങ്ത്ത് നോക്കിയിട്ട് ആ ഒരു ലെങ്ത്തിൻ്റെ ഇതിന് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുക. കണ്ടോ? ഇത് ബാക്കിൽ കൂടെ ഇങ്ങനെ വെച്ചാൽ മതി. എന്നിട്ട് ഇതിൻ്റെ ഒരു ഭാഗം നമ്മളിങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്യുക. കണ്ടോ? അപ്പോൾ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ പേപ്പറിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ത്രെഡ് ആ പേപ്പറിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ത്രെഡ് എന്ന് പറയുന്നത് ഇത് ഞാൻ സാധാരണ മെഷീൻ ത്രെഡ് ഉണ്ടല്ലോ നമ്മൾ സ്റ്റിച്ചിങ്ങിന് യൂസ് ചെയ്യുന്നത്, അതായത് നമ്മുടെ നോർമൽ ത്രെഡാണ് കേട്ടോ യൂസ് ചെയ്ത്. നമുക്ക് ഏത് ത്രെഡാണ് കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിലും കുറച്ച് ഗ്ലൂ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ പേപ്പർ നമ്മളിങ്ങനെ എടുക്കുക. ഓക്കെ, എടുത്തിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ഒട്ടിക്കേണ്ടത്. നമ്മൾ ആ കോർണർ ഷേപ്പ് ചെയ്തില്ലേ, ആ ഷേപ്പ് നമ്മുടെ ആ ടിയർ ഡ്രോപ്പിൻ്റെ മുകളിൽ വരണം. എന്നിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ വന്നിട്ട് ഈ കാണുന്ന പോലെ ഇങ്ങനെ വളച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കാം. എന്നിട്ട് അതിൻ്റെ എക്സസൈഡ് നിൽക്കുന്ന ഭാഗം ഈ ഒരു ഫാൻ പോലെയുള്ള പോർഷനിൽ താഴേക്ക് ഒട്ടിക്കാം. എന്നാലാണ് അത് കറക്റ്റായിട്ട് നിൽക്കുക. അപ്പോൾ നമ്മുടെ ത്രെഡ് നല്ല ഭംഗിയിൽ നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം ഏകദേശം ഒരു ലെവലിൽ നമ്മൾ കണ്ടിട്ട് എഗെയിൻ നമ്മളിതാ സെയിം പോലെ തന്നെ ഒട്ടിക്കുകയാണ്. ഒരു പേപ്പർ സ്ട്രിപ്പ് എടുത്തിട്ട് ആ സൈഡ് ഒന്ന് ഷാർപ്പായിട്ട് നിൽക്കണം. അത് മുകളിലോട്ട് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഈ പേപ്പറിൻ്റെ നമ്മളൊരു അവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് കട്ട് ചെയ്തതുണ്ടല്ലോ അത്. ഓക്കെ, എന്നിട്ട് വീണ്ടും നമ്മൾ അതിൻ്റെ മുകളിൽ ഗ്ലൂ ഇട്ട് കൊടുക്കണം. നമ്മൾ ഈ ഒരു ഗ്ലൂ ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് മുകളിൽ നിന്ന് താഴത്തോട്ട് ഒട്ടിക്കുക. ട്രയാങ്കിൾ ഷേപ്പ് നമ്മുടെ ടിയർ ഡ്രോപ്പിൻ്റെ മുകളിൽ. എന്നിട്ട് ഇതാ ഇങ്ങനെ വെച്ചു. ഈ ഒരു സൈഡ് നമ്മൾ ഒട്ടിച്ചു. എന്നിട്ട് ഈ ഒരു ഭാഗം നമ്മൾ താഴത്തോട്ട് ഒട്ടിച്ചു. കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ ഒട്ടിക്കുന്നത് കേട്ടോ. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മുടെ ത്രെഡുമ്പോൾ നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എഗെയിൻ നമ്മൾ ഒരു ഈക്വൽ ഡിസ്റ്റൻസിൽ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്ട്രിങ്ങുമ്പോൾ 5 പീസസും കുറച്ച് എണ്ണത്തുമ്പോൾ 3 വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കുകയാണ്. അപ്പോൾ ഇത് 1 or 2 അങ്ങനെയൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കൊരു പേപ്പർ ഒരു നൂലുമേ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അതിനിങ്ങനെ ഇത്ര നമ്പർ വേണമെന്നൊന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നമ്പറുകൾ കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. ഇൻ കേസ് ഇതല്ലെങ്കിൽ നമുക്ക് സിംഗിളായിട്ടായാലും ഒട്ടിക്കാം കേട്ടോ. അതായത് ഈ ത്രെഡുമ്പോൾ കോർക്കാതെ ഓരോരോ പീസസ് ആയിട്ടായാലും നമുക്ക് ഇനി ചെയ്യാൻ പോകുന്നത് നമുക്ക് ഡെക്കോർ ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ വേണ്ടതെന്നുണ്ടെങ്കിൽ വേറെ ഡിസൈൻസ്, ഗണേശ, സ്റ്റാർ ഒക്കെ നമുക്ക് ഈ ഒരു മെത്തേഡിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഒക്കേഷൻ അനുസരിച്ച് നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഫ്ലവേഴ്സ്, ഒരു ഒക്കേഷനും അല്ലെങ്കിൽ നമുക്ക് ഫ്ലവറായിട്ട് ഈ ഒരു നമ്മൾ ചെയ്തെടുത്തില്ല ആ ഒരു പിങ്ക് കളറിലുള്ളത് അത് നമുക്ക് റൗണ്ടായിട്ട് ഫുൾ റൗണ്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു റൗണ്ടും കൂടെ ചെയ്ത് അങ്ങനെ നമുക്ക് ഫ്ലവർ പോലെ ഒരു ഡെക്കറേഷനായിട്ട് ഈ ഒരു മെത്തേഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ കുറച്ചധികം ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഞാൻ കാണിച്ചത് ദീപാവലി ആയതുകൊണ്ടാണ് ദീപാവലിയുടെ ഒരു തീമിൽ ചെയ്തത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് തീം വേണമെങ്കിലും ഇതിൽ ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് കുറച്ചധികം ചെയ്തെടുക്കാം. ഇപ്പോൾ 2 ആയിട്ടുണ്ട്, ഞാൻ കുറച്ചും കൂടെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് പല അളവുകളിൽ 5 എണ്ണം 3 എണ്ണം അങ്ങനെ വെച്ചിട്ട് ചെയ്യാം. അതിന് ശേഷം ഇനി എന്താ ചെയ്യുന്നത് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ചെയ്തതെന്ന് വെച്ചാൽ വാളിൽ ഇതിങ്ങനെ സെല്ലോ ടേപ്പ് വെച്ച് സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ പല മെഷർമെൻറ്റിൽ നമ്മളിങ്ങനെ ചെയ്തു. അതിന് ശേഷം നമ്മുടെ 0 ലൈറ്റ് ഉണ്ടല്ലോ, ഫെയറി ലൈറ്റ്സ് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കൊടുത്തു കണ്ടോ. അപ്പോൾ ഇത് നല്ല രസമാണ് ഇങ്ങനെ കത്തുമ്പോൾ. നമുക്കൊന്ന് ലൈറ്റ് ഓഫ് ചെയ്തിട്ടിട്ട് നോക്കാം കേട്ടോ.
കണ്ടോ. അപ്പോൾ ദാ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടിടുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇത് വാളിൽ ഡെക്കറേറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മുടെ ഡോർമേ ഇങ്ങനെ ഹാങ് ചെയ്തിടാം. അപ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട്. ഇനി ഈവൻ ലൈറ്റ് ഇട്ടിട്ടില്ലെങ്കിലും പ്ലെയിൻ ആയിട്ട് കിടക്കുകയാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്രാഫ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ക്രാഫ്റ്റ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ദീപാവലിക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.